പന്തക്കുസ്തയുടെ ഏറ്റവും അടുത്ത ദിനങ്ങളിൽ എപ്രകാരം പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം സ്വീകരിക്കുവാനായി നമ്മൾ എപ്രകാരം ഒരുങ്ങണം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം, ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പറയുമ്പോഴവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ചോദിച്ചാൽ, ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈശോ പറയണ, ഏക മനസ്സോടെ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ എല്ലാവരും ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ, സമൂഹത്തിൽ സമൂഹാംഗങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇടവകയിൽ കൂട്ടായ്മയിൽ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഏക മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി കരുത്തുണ്ട്. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, ഈ പ്രാർത്ഥനയിൽ നമ്മളെ ബലപ്പെടുത്തുവാനും നമുക്ക് ആവശ്യമായ വഴികൾ കാണിച്ചു തരുവാനും ഈശോ പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പകർന്നു നൽകും. കാരണം പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിലേക്ക് എല്ലാവരും ഒരുക്കുന്നുണ്ട്. എലിസബത്തിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഇതാ എലിസബത്തിന്റെ ഉദരത്തിലായിരുന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നയിക്കും. സ്ലീഹന്മാർ ഒരുമയോടെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്നിരുന്ന്. അവിടെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഒരമ്മയ്ക്കറിയാം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം പരിശുദ്ധ അമ്മ നമുക്ക് ഏറ്റവും കൂടുതലായി ഈശോയുടെ പക്കൽ നിന്നും വാങ്ങിത്തരുന്ന ഒരു വലിയ കൃപ, അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചാണല്ലോ. ജപമാല മണികളിലൂടെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം യാചിക്കുമ്പോൾ ഒരമ്മയ്ക്ക് അറിയാം തൻ്റെ കുഞ്ഞിന് എന്നാ വേണ്ടതെന്ന്. അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ, കുടുംബത്തെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഏക മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒരുമയോടെ പ്രാർത്ഥിക്കുവാൻ അമ്മ മാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് അമ്മയെ ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.